ഡോക്ടർ ജിൻഡോ ജോൺ, നുണ പറഞ്ഞും സംരക്ഷിക്കേണ്ട ആവശ്യം UDF-ന് എന്താണ്, രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ്? അല്ല, അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം UDF-ന് ഇല്ലല്ലോ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആരും നുണയും പറയുന്നില്ലല്ലോ. ആരാ നുണ പറഞ്ഞിട്ടുള്ളത്? അല്ല, ഡോക്ടർ പ്രേംകുമാർ ചൂണ്ടിക്കാണിച്ചത് അങ്ങ് കേട്ടില്ലേ? ക്ഷമിക്കണം, PK ശശിക്കെതിരെ 2 തവണ പാർട്ടി നടപടിയെടുത്തതാണ്. പാർട്ടി നടപടിയെടുത്തതായി തനിക്കറിയില്ല എന്ന് മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ കേസൊന്നും നിലനിൽക്കുന്നില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആണോ? അല്ല, അതിൽ മനസ്സിലാക്കേണ്ടത് PK ശശിക്കെതിരെ അവരുടെ പാർട്ടിയിൽ സംഘടനാപരമായി നടപടിയെടുത്തതിനെ കുറിച്ചിട്ട് ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഒന്ന്, ഞങ്ങൾ ഇത് പണ്ട് നടന്നിട്ടുള്ളതാണെങ്കിൽ അത് ഓർത്തിരിക്കേണ്ട കാര്യവുമില്ല. ഓർമ്മയിലുണ്ടായിരിക്കില്ല, അങ്ങനെയായിരിക്കും അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഇവരെല്ലാം പറയുന്നത് അനധികൃത സ്വത്ത് സമ്പാദിച്ചു PK ശശി കേട്ടോ. അദ്ദേഹം മോശപ്പെട്ട വ്യക്തിയാണ്. പല സഖാക്കന്മാരും വളരെ വൃത്തികെട്ട രീതിയിൽ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അശ്ലീലം ഒക്കെ ഉണ്ട്, അദ്ദേഹം വലിയ പീഡകനായിരുന്നു എന്നൊക്കെ പറയുന്നു. പീഡനവീരനൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കാലം ഇവർ സംരക്ഷിച്ചത്? ഞങ്ങൾ പലവട്ടം ഇത് ചോദിച്ചിട്ടുണ്ട്. ശശിയുടെ പീഡനത്തിന് തീവ്രത കുറവാണെന്ന് അളക്കാൻ പോയ ആളുകളാണ് ഇവർ. ഇപ്പോൾ ഇവർ പറയും തീവ്രത ഇച്ചിരി കൂടുതലുണ്ട്, ഇയാൾക്ക് അമിത ലാളന കിട്ടിയെന്ന്. CPM പോലെ ഒരു പാർട്ടിയിൽ VD സതീശൻ അളക്കട്ടെ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ എന്താ പറയാ, പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുമോ? അല്ല, ഞങ്ങളുടെ പണി എന്താ? ഇവർ തീവ്രത കുറവാണെന്നും പറഞ്ഞ് AK ബാലനും ശ്രീമതി അളന്നിട്ട് തീവ്രത കുറവാന്ന് പറഞ്ഞ പീഡനം മുഴുവൻ അളക്കലാണോ ഞങ്ങളുടെ പണി? ഞങ്ങളുടെ പണി അതല്ല. ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇത്രയും നാൾ. ഇവരുടെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്ത് വരുന്നത് വരെ KTDC ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെച്ചതിന് ശേഷവും ഇവരുടെ പാർട്ടിയിൽ തുടരാൻ അനുവദിച്ചു. അതിനുശേഷവും അദ്ദേഹം പുറത്ത് വരുന്നത് വരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ച ആളുകൾ പിറ്റേ ദിവസം തൊട്ട് പറയുക അയാൾ വലിയ പീഡകനായിരുന്നു എന്ന്. അപ്പോൾ അത്തരം പീഡകരെയാണ് ഇവർ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ചോദ്യം അതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം വ്യാജ വാർത്തയ്ക്ക് ശ്രമിച്ചു. CPM പോലെ ഒരു പാർട്ടിയിലാണ് ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാളെ സംരക്ഷിച്ചത്. ഇപ്പോഴും പറയാം അമിത ലാളന കൊടുത്ത് പരിപോഷിക്കുകയെന്ന്. VS അച്യുതാനന്ദന് മറ്റേ വിഭാഗീയത എന്നൊക്കെ പേരിടുമെങ്കിലും ഗ്രൂപ്പ് ഫൈറ്റാണ്. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഉള്ള പാർട്ടിയാണ് CPM. ആ പാർട്ടിയിലാണ് ഇത്രത്തോളം മോശപ്പെട്ട ഒരാൾ എന്ന് പറയുന്ന PK ശശിക്ക് അമിത ലാളന കൊടുത്ത് പരിപോഷിപ്പിച്ചു വളർത്തി എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക അത്? അപ്പോൾ ഒന്നുകിൽ PK ശശി അത്രത്തോളം ശക്തനായ ഒരാളാണ്, അദ്ദേഹത്തെ പല രീതിയിൽ ഇവർ ഭയക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ രണ്ടിലേതെങ്കിലും ഒരു വാദം ഇവർ പറയണം. ആ വാദം ഇവർ പറഞ്ഞാലേ ഞങ്ങൾക്ക് അതിലൊരു മറുപടി പറയാൻ പറ്റുള്ളൂ. ശരി ഡോക്ടർ ജിൻഡോ ജോൺ, അത് അവരുടെ കാര്യം. അത് ഞാൻ ആവർത്തിച്ച് ഡോക്ടർ പ്രേംകുമാറോട് ചോദിക്കുന്നത് അങ്ങ് കേട്ടുവല്ലോ. എനിക്കറിയേണ്ടത് PK ശശി വിമതരുമായി ചേർന്ന് ഇങ്ങനെ ഒരു പുതിയ അവിടെ മത്സരിച്ച് ജയിക്കാനുള്ള നീക്കം നടത്തി ഒരു പുതിയ രാഷ്ട്രീയ ചുവടുവെപ്പ് നടത്തുകയാണെങ്കിൽ UDF-ന്റെ പിന്തുണ അതിനുണ്ടാകുമോ എന്നാണ്. അല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ അഭിപ്രായം പറയാനായിട്ടുള്ള ആളല്ല ഞാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ചുമതലപ്പെട്ട ഒരാളുമല്ല. അത് ഭാവിയിൽ ഈ രാഷ്ട്രീയ കേരളത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും, മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് UDF-ന്റെ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനും എനിക്ക് സാധിക്കില്ല. അതിന്റെ ഒരു പരിമിതിയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കില്ല നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് CPM-ന്റെ അകത്തെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. ഒരു കാലത്ത് കോൺഗ്രസിനകത്തുനിന്ന് ആളുകൾ അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇന്നൊരു തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് മാത്രം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മുമ്പ് മാത്രം നിൽക്കുമ്പോൾ CPM-ന്റെ എല്ലാ ജില്ലയിലും പ്രശ്നമാണ്. പാലക്കാട് ജില്ലയിൽ പ്രശ്നമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഫേസ് ആയിട്ടുള്ള G സുധാകരൻ വലിയ ആക്ഷേപമായിട്ട് രംഗത്ത് വരുന്നു. കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെ പോലുള്ള ആളുകൾ, പത്തനംതിട്ടയിൽ ഐഷ പോറ്റിയെ പോലുള്ള ആളുകൾ, കണ്ണൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച കുഞ്ഞികൃഷ്ണൻ ഇവർ പുറത്താക്കുന്നു. പുസ്തകം എഴുതിയപ്പോൾ അത് കൈപ്പറ്റിയ ആൾക്കെതിരെ ആക്ഷേപം. ഇതെല്ലാം നടക്കുന്നു. കോൺഗ്രസിലുണ്ട് VT ബൽറാമിനെതിരെ പടയൊരുക്കം, മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ പടവെട്ടി, ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തും. അതവിടെ നിൽക്കട്ടെ, നമുക്ക് PK ശശിയിലേക്ക് വരാം. അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തോതിൽ ആ മേഖലയിൽ പ്രതിഷേധമുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങേക്ക് അറിയാഴികയൊന്നുമല്ല. അങ്ങനെ PK ശശിക്ക് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ പ്രാദേശിക കോൺഗ്രസുകാരുടെ മനോവീര്യം തകർക്കുന്ന നിലപാടായിരിക്കുമെന്ന് നേതൃത്വത്തിന് കൃത്യമായ പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നേതാവ് എന്ന റിപ്പോർട്ടറിന്റെ പ്രോഗ്രാമിൽ കൃത്യമായി ഞങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ പരിഗണിക്കും എന്നാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ പരിഗണിക്കും എന്നാണ്. ഉറപ്പൊന്നുമില്ല PK ശശി ഞങ്ങൾക്കൊപ്പം ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയുമോ? അല്ല ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ൽ നിന്ന് എത്ര ആളുകളും അവിടെ നിന്ന് ഭിന്നിച്ച് പുറത്തു വരുന്നതും അത്രയും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് സ്വാഭാവികമായിട്ടും ഇപ്പുറത്തൊരു കക്ഷി നേരെ എതിർത്ത് നിൽക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക്, മുന്നണി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കത് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അത്തരം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ പോലും വരുന്ന ആളുകളെ കൂടി പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പ്രാദേശികമായിട്ട് മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള ആളുകൾക്ക് ചില അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളെ കൂടി മുഖവിലേക്ക് എടുത്തിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. അല്ലാതെ ഇപ്പോഴും തെറ്റിദ്ധരുത്തി തിരിച്ചു വന്നാൽ ആ പാർട്ടിയിൽ തിരിച്ചെടുത്ത് തീവ്രത ഇളക്കുമെന്ന് പറയുന്ന NN കൃഷ്ണദാസിനെ പോലുള്ള നിലപാടല്ലെന്നേ. ഇപ്പോൾ തെറ്റെന്താണ്?
അദ്ദേഹം വിമതരുടെ യോഗത്തിൽ പങ്കെടുത്തതാണോ? വിമതരല്ല, യഥാർത്ഥത്തിൽ അവർ വിമതരല്ലെന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ആ പാർട്ടിയുടെ തെറ്റ് എന്ന് പറയുന്നത് KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് വരെ അദ്ദേഹം ആ പാർട്ടിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ യോഗത്തിൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് വരെ അദ്ദേഹം ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ പറയാണ് മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം രണ്ട് പോയിന്റാണ് ഉള്ളത്. ഒന്നുകിൽ ഇത്രയും കാലം അദ്ദേഹത്തിനെതിരെ വ്യാജ ആക്ഷേപമാണ് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് എങ്കിൽ അത് അവർ പറയണം. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആക്ഷേപം ഉണ്ടായിരുന്നു, അതെല്ലാം ഇവർ മൂടി വെച്ച് അമിതലാണെല്ലാം കൊടുത്ത് സംരക്ഷിച്ചു എന്ന് പറയണം. ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിട്ട് വേണം ഇവർ പറയാൻ. എന്നാലേ അതിന്റെ മറുപക്ഷം എന്താണെന്ന് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ശരി, ഓക്കെ. ശ്രീ ഡിബേറ്റ് വിത്ത് മാധു സജി.